മനുഷ്യന്മാരെ കരുവാരക്കുണ്ടെന്ന് തൃശ്ശൂർക്ക് നാടിട്ട് പിന്നെ വന്നിട്ട് ഇവിടെ ചന്ദ്രാപിന്നിയിലാണ് ഞങ്ങൾക്ക് പണി കേട്ടോ. ഇന്ന് പണി ഇറങ്ങാണ്ട് ഊരി മുതുകൊക്കെ കയ്പിലൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഇവിടെ പിന്നെ റൂമിലെത്തിയിട്ട് പിന്നെ വെച്ചാൽ ഒരു മുതുകും വേദന ഇറങ്ങാണ്ട് ഇവിടെ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ വന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി. ഈ കുക്കറിൽ പിന്നെ ചോറാണ്. അതേമാതിരി ഞങ്ങൾക്ക് കറിക്ക് വേണ്ടി ഉള്ളിയും തക്കാളിയൊക്കെ പിന്നെ അരിഞ്ഞ് സെറ്റാക്കിക്കണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ, ഏതെന്ന് വെച്ചാൽ ഇങ്ങനെ നാടിട്ട് വന്നുകാണ്ട് നമ്മൾ ഇതേമാതിരി കുക്കിംഗ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ പെണ്ണുങ്ങളെ എന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ പറഞ്ഞാൽ പഞ്ചഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മുടെ ഭാര്യമാരെ വീട്ടിലത്തെ ജോലിൻ്റെ ഭാരം നമുക്ക് മനസ്സിലാവുക. കാരണം അവർക്ക് പറഞ്ഞാൽ ഈ പിന്നെ വെച്ചാൽ കുട്ടികൾക്ക് അതേമാതിരി നമ്മൾ ഭർത്താക്കന്മാർക്കെല്ലാം ഫുഡ് ഉണ്ടാക്കണം, വീട്ടിൽ തുടക്കണം, അടിച്ചോരണം, അതേമാതിരി നമ്മുടെ പിന്നെ കുപ്പായൊക്കെ തിരുമ്പണം. ഇതൊക്കെ പിന്നെ അവർക്ക് പിന്നെ പണിയുണ്ട്. അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഇതേമാതിരി നാടോട്ട് വന്നുകൊണ്ട് നമ്മൾ പണിയെടുക്കണം. അപ്പോഴാണ് മനസ്സിലാകുക. കാരണം നമുക്ക് പറഞ്ഞാൽ പണിക്ക് പോയാൽ രാവിലെ 8 മണിക്ക് ഇറങ്ങിയാണ്ട് 5 മണി വരെ പണിയെടുക്കുമ്പോൾ തന്നെ നമ്മളെ കൈയും കാലും ഭയങ്കര വേദനക്കാരം. അപ്പോൾ 24 മണിക്കൂർ പണിയെടുക്കണ നമ്മുടെ ഭാര്യമാരെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി. കാരണം അതൊക്കെ എന്നുവെച്ചാൽ കണ്ണുണ്ടെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്നൊരു ശല്യമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ നാട്ടിൽ പണിയെടുത്തുകൊണ്ട് നമ്മളെ വീട്ടിലേക്ക് ഡെയിലി വരുമ്പോൾ നമുക്ക് ഭാര്യമാരെ റിസ്ക് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ മനസ്സിലാകണമെങ്കിൽ ഇതേമാതിരി നാടോട്ടൊന്ന് പണിയെടുക്കണം. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് നമ്മളെ യേശുദാസ് പാടിയ ഒരു പാട്ട് പറഞ്ഞു വരുന്നത്, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു എൻ്റെ കുഞ്ഞുട്ടി ഭാര്യ. കാരണം എനിക്കെൻ്റെ ഭാര്യനെ പിന്നെ ഫീൽ ചെയ്തത് പറഞ്ഞാൽ എൻ്റെ കല്യാണം എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിന് കൂട്ടിക്കൊണ്ടുവരാൻ 40 ദിവസത്തെ ദിവസം ഉണ്ടായിരുന്നു. ആ 40 ദിവസം വന്നു പറഞ്ഞാൽ 40 കൊല്ലത്തിൻ്റെ ഒരു മേനിയായിരുന്നു. കാരണം അന്ന് പറഞ്ഞാൽ നമ്മുടെ മണിച്ചേട്ടൻ്റെ കരിമാടിക്കുട്ടം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഞാൻ എന്നും എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യനെ ഓർത്തുകാണ്ട് ആ പിന്നെ ടൈപ്പിൽ ഗ്യാസറ്റ് ഇട്ടുകാണ്ട് അത് എന്നും ഞാനിങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യനെ മനസ്സുക്കും അന്ന് പിന്നെ ഓർമ്മ ഉണ്ടാവും. ഞാൻ വെറുതെ പറയല്ല. ആ പാട്ട് ഇതേന്നു, വാ വാ തമര പെണ്ണേ നീ എൻ കൊങ്കരനല്ലേ കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടൻ കൊച്ചു തമ്പൂരാട്ടി പാട്ടു പാടാൻ വാ. ആ പാട്ട് കേട്ടുകാണ്ട് എൻ്റെ അന്ന് നിക്കാഹ് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യനെ ഇങ്ങനെ ഓർത്തിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ഫീലാണ് ഇപ്പോൾ തൃശ്ശൂർ വന്ന് പിന്നെ നാടോട്ട് വന്നുകാണ്ട് പണിയെടുക്കുമ്പോൾ ഇല്ല മനസ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫീല്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇന്നത്തെ പണിയെടുത്ത വർക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതുകൂടി നിങ്ങൾ ഫുള്ള് കാണുകൊണ്ടു. അപ്പോൾ പണി ഉണ്ടെങ്കിൽ പറഞ്ഞോണ്ടു. 90 47 99 35 48 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ, അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. എന്തൊക്കെ മനുഷ്യന്മാരെ വർത്താനം, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഈ വീടിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ തേപ്പ് കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഈ വീടിൻ്റെ ഓണർ പറഞ്ഞാൽ സൂപ്പർ ആളാണ്, പക്ക സൂപ്പർ ആളാണ്, നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം വെച്ചാൽ ഫേസ്ബുക്കിൽ വെച്ചാൽ ഏതോ ഒരു തേപ്പുകാരെ പിന്നെ പണി കണ്ടു. അപ്പോൾ ഈ ജനലിൻ്റെ ഈ കരവുണ്ടല്ലോ, അപ്പോൾ എൻ്റെ ഫോൺ അത്ര ക്ലിയറില്ല, അതുകൊണ്ട് എന്താ പറയുക തെളിച്ചം കമ്മിയാക്കാരം. അപ്പോൾ ഇത് ജനലാണ്. അപ്പോൾ ഈ പിന്നെ ജനലിൻ്റെ കരവിൻ്റെ അവിടെ ഇതേമാതിരി റീപ്പറായാണ്ട് പിന്നെ ഞാൻ ഇതേ മുന്നത്തെ ക്യാമറയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്.
അപ്പോൾ ഈ ഫേസ്ബുക്കിൽ പിന്നെ ഏതോ തേപ്പാരെ പിന്നെ വർക്ക് ഇതേമാതിരി ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിലത്തെ ജനലിൻ്റെ കരവിൻ്റെ അവിടെ ഇങ്ങനെ ബോർഡും പിന്നെ അദ്ദേഹം കണ്ടു. അപ്പം എന്നോട് പറഞ്ഞു, മജീദ് എന്നല്ല മജീദ് ഭായിന്ന് എന്നെ വിളിക്കല്ലേ, മജീദ് ഭായ് ഇതേമാതിരി നമ്മളെ ബെഡ്റൂമിലും കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ കൊടുക്കണേന് കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മളെ പെരക്ക് ചൊറുക്കല്ലേ വേണ്ടത്. അപ്പം എന്താ അറിയോ, എന്ന് വെച്ചാൽ കണ്ടില്ലേ, എന്ന് പറഞ്ഞാൽ ഈ പെരക്കാർ പിന്നെ വീടിൻ്റെ പെരക്കാർ എന്താ പറയുക എന്നുവെച്ചാൽ വീട്ടുകാരെന്താ പറയുക, അതേമാതിരി നമ്മൾ അവരുടെ പിന്നെ വർക്ക് എടുത്തു കൊടുക്കണം. കാരണം അവർക്ക് പറഞ്ഞാൽ കാലാകാലം പിന്നെ താമസക്കാരിലെ വീടാണ്, പിന്നെ അവരുണ്ടാക്കുന്ന വീട്, അവർ പൈസ ചിലവാക്കുന്ന വീട്. ഓക്കെ, അപ്പോൾ പറഞ്ഞാൽ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഇങ്ങനെ പിന്നെ വെച്ചാൽ ബോർഡർ ആയിക്കാണ്ട് ജനലിൻ്റെ കരവ് തേക്കുമ്പോൾ പണി വരും. അപ്പോൾ പണിക്കൂലി അദ്ദേഹം വെച്ചാൽ വെച്ച് തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മുതലാളി കേൾക്കണില്ലേ? കാരണം ഇതിപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ തീരേണ്ട വർക്കാണ്, ഈ ബെഡ്റൂമിൻ്റെ വർക്ക് ഇന്നലെ തീരേണ്ടതാണ്. കാരണം ഈ ബോർഡർ ഉണ്ടായതുകൊണ്ടാണ് അത് ഇന്നലെ തീരാവുന്നത്. കാരണം ഈ ബോർഡർ പറഞ്ഞാൽ ഈ ചുമരുണ്ടല്ലോ, ഈ ചുമര് ഉണങ്ങിയിട്ട് പിറ്റേ ദിവസമുള്ളൂ ഇതിൻ്റെ ബോർഡർ പിന്നെ ഇതുമ്പോൾ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത് പൊളിഞ്ഞ് കാണും. ഓക്കെ, എൻ്റെ ക്യാമറ അത്ര പവറില്ല, അതുകൊണ്ടാണ് ശരിക്കും ഇത് കാണാത്തത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനലുമത്തെ സിമെൻറ്റ് ഇങ്ങനെ വരച്ച് കളയും. എന്ന് വെച്ചാൽ 99% സിമെൻറ്റ് ഇതുമത്തെ വരച്ച് കളയും. കാരണം 99% എന്ന് പറയാൻ കാരണം എന്താ അറിയോ, ചിലപ്പോൾ കണ്ണിൽ കാണാത്ത അവിടെ ഇവിടെ സിമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ 100% പറഞ്ഞാൽ അതിൻ്റെ മുതലാളി വന്ന് നോക്കുമ്പോൾ എങ്ങനെയും ഞാൻ കാണാത്ത മൂപ്പര് അതെവിടെയെങ്കിലും കണ്ടാൽ മൂപ്പര് അറിയില്ലേ, മജീദ് എവിടെ സിമെൻറ്റ് ഉണ്ട് അറിയില്ലേ. അപ്പോൾ 100% ആവില്ല, 100% കളയാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു പോയിൻ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് 99% പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെയിൻറ്റിങ്ങുകാർക്ക് അധികം പണി ഉണ്ടാവില്ല. എൻ്റെ ഫോൺ പറഞ്ഞാൽ 10 ഉറുപ്പ്യേൻ്റെ ഫോണായതുകൊണ്ട് വല്ലാതെ ഇതിൽ തെളിച്ചം കാണൂല കേട്ടോ.